പരിശുദ്ധമായ ശഅബാനിന്റെ ഇനിയുള്ള ദിവസങ്ങളെ ഗൗനിക്കണം. മൻ അഹ്യൽ ലയാലിയൽ ഖംസ വജബത് ലഹുൽ ജന്ന. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, മൻ അഹ്യൽ ലയാലിയൽ ഖംസ വജബത് ലഹുൽ ജന്ന. 5 രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയാൽ അവന് സ്വർഗം നിർബന്ധമായി പോയി. ഏതാണ് 5 രാത്രികൾ? 3 രാത്രികൾ വലിയ പെരുന്നാളിന്റെ ദിവസവും, അതിന്റെ തലേന്ന് അറഫയുടെ ദിവസവും, അതിന്റെ തലേന്ന് യൗമുത് തർവിയയുടെ ദിവസവുമാണ്. 4-ാമത്തെ ദിവസം ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്. 5-ാമത്തെ ദിവസം ഏതാണെന്നറിയോ? ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ രാവ്, ശഅബാൻ പകുതിയിലെ രാത്രിയുണ്ടല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഇതാ നമ്മുടെ തൊട്ടടുത്തുള്ള ദിവസമാണ്. സ്വർഗം നമ്മുടെ കയ്യിൽ വരുന്ന ദിവസമാണ്. ആ രാത്രി ഒന്ന് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കൂ. വജബത്ത് ലഹുൽ ജന്ന. ഗാളിമുഖം റൂസിലിന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ശഅബാൻ 15ന്റെ രാവ് മറന്നു പോകല്ല. ശഅബാൻ 15ന്റെ രാത്രി ഇബാദത്ത് ചെയ്യണം. സ്വർഗം നിർബന്ധമാകുന്ന രാത്രിയാണത്. അല്ലാഹു നമ്മെ സ്വീകരിക്കാനുള്ള രാത്രിയാണ്. ലൈലത്തുൽ ബറാ വലിയ മഹത്വമുള്ള ദിവസമാണ്. യാസീൻ ഓതണം, അതുപോലെ അന്ന് നോമ്പെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല ഒന്നാനാകാശത്തിലേക്ക് ചേർന്നു വന്നിട്ട് ചോദിക്കും, എവിടെയാണ് മുസ്തഗ്ഫിരീങ്ങളുള്ളത്? ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുണ്ടോ? ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ആരാണ് റഹ്മത്ത് ചോദിക്കുന്നത്? അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ശഅബാൻ 15ന്റെ രാവ് അല്ലാഹു തആല പൊറുക്കുന്ന രാത്രിയാണ്, റഹ്മത്ത് കിട്ടുന്ന രാത്രിയാണ്. നമ്മുടെ മനസ്സിലൊക്കെ എത്ര വേദനകളാണ്, സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ്, ദുനിയാവിലെ ജീവിതത്തെ കുറിച്ചുള്ള വേവലാതികളാണ്. പറയാനുള്ള രാത്രിയാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ആ രാത്രിയെ വല്ലാതെ ഗൗനിക്കണേ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ. അല്ലാഹു അനുഗ്രഹിച്ച ദിവസങ്ങളെ മാനിക്കണം. ആ രാത്രിയിലാണ് ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ കണ്ണീര് തൂവുമ്പോൾ ശഅബാനിന്റെ